ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നാളെ 6 മണിക്കാണ് നമ്മുടെ ജയിലറിൻ്റെ പടം FBFS വരുന്നത് അല്ലേ? 6 മണിക്കാണ് തുടങ്ങുന്നത്. 6 മണിക്ക് 6 മണിക്ക് 6:30 ഇതിൽ ഏതൊരു ടൈമാണ്. എന്തായാലും 5 മണി അല്ലെങ്കിൽ 5:30 നമ്മൾ ഇവിടുന്ന് പോകണം. മഞ്ചേരിയാണ് കിട്ടിയുള്ളത്, കാരണം ഇവിടെ 7:00 പിന്നെ 7 മണിക്കാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ചേരി എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു രാവിലെ എണീറ്റിട്ട് വേണം പോകാൻ. പക്ഷെ അതിനുള്ള സാധനം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നത്? ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെക്കാനുണ്ട്, കുറച്ച് സംഭവങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കണം. അഭിപ്രായം, ഈ സിനിമ കാണാൻ 3 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ ചൂസ് ചെയ്യുന്നത്. ഈ പുറത്തുനിന്നുള്ള ഒരു അഭിപ്രായം നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാരണം എസ്പെഷ്യലി നമ്മളെ ഡയറക്ടർ ലോകേഷ് കനകരാജ്. ഓക്കെ. സെക്കൻഡ് വൺ സൗബിൻ ഇതിനെന്താ ചെയ്തു വെച്ചിരിക്കണ എന്നുള്ളത് കാണണം. തേർഡ് വൺ നമ്മുടെ അനിരുദ്ധ്. അത് രജനീകാന്തിനെ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് പുള്ളി പറയണത്. അഭിനയിക്കാൻ അറിയില്ല മീൻസ് ചില സാധനങ്ങൾ, ചില മൂപ്പർക്ക് മാത്രം പറ്റുന്ന കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. നമ്മൾ ഈ ഭാഷയിലൊക്കെ വേണ്ട സാധനങ്ങൾ, അതല്ല ഞാൻ പറയാം. അപ്പൊ അതിനപ്പുറത്തേക്ക് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോ മേ ബി ഉണ്ടാവാം, എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെയൊക്കെ മൂപ്പര് കുറച്ച് വീക്ക് ആണെന്നുള്ള അഭിപ്രായം എനിക്ക് പൊതുവേ ഉണ്ട്. അത് തമിഴ് സിനിമയിൽ വളരെ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ. പക്ഷെ പുള്ളി പണ്ട് ചെയ്തിട്ടുള്ള സാധനം, ഒരു വില്ലൻ സാധനമുണ്ട്, കെട്ട പയ്യൻ സാറുന്ന സാധനമുണ്ട്. എനിക്ക് ഓർമ്മയില്ല സാധനങ്ങൾ. പുള്ളിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിനെ എല്ലാവരും ഇപ്പൊ ഞാനൊരു പടത്തിന് ഞാൻ പോകാനുള്ള കാരണം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ലോകേഷിന്റെ ഫ്രെയിമിൽ രജനീകാന്തിനെ കാണാനുള്ള ആഗ്രഹം. ഇപ്പോൾ ജയിലറിലൊക്കെ ഒന്നും വേണ്ട, ഇതിൽ സത്യരാജ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്, ഫ്രെയിമിൽ ഇങ്ങനെ തിരിഞ്ഞ സ്റ്റൈലാണെന്ന് വേറെ ആൾക്ക് കിട്ടൂല. അത് ലോകേഷും അനിരുദ്ധിന്റെ മ്യൂസിക്, അനിരുദ്ധിന്റെ ഞങ്ങൾക്ക് താല്പര്യമല്ലേ, പുള്ളിക്കാരന്റെ മ്യൂസിക്കിൽ ലോകേഷിന്റെ ഫ്രെയിമിൽ പുള്ളിനെ വരുന്നത് എന്തായിരിക്കും? ഇപ്പൊ ജയിലറിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു, ജസ്റ്റ് ഒരു സീനുള്ളൂ, കാലിങ്ങനെ എടുത്ത് വെക്കുന്ന സാധനം, എന്താ എന്റെ മാസ്. അപ്പൊ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതില് അഭിനയത്തിന് അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മറുപടി ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കാന്നുള്ളൂ. ഓക്കെ, ഇനി ആദ്യത്തേത് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോസ്റ്റർ ഇന്ന് കുറച്ച് മുമ്പ്, ഞാനിപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ആ പോസ്റ്റർ. ഇത് നോക്കുക, റിലീസിങ് വേൾഡ് വൈഡ് ടുമോറോ. ഇത് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നിയ സെയിം സാധനം വേറെ രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഈ ഇപ്പോൾ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത കുറച്ച് മുമ്പ്. അതായത് ഇതിലുള്ളത് എന്താ വെച്ചാൽ രജനീകാന്ത് അവിടെ ഉണ്ട്, ഓക്കെ, പ്രശ്നമൊന്നുമില്ല, പുള്ളിൻ്റെ സ്റ്റൈലും ഓക്കെ. ഇപ്പുറത്ത് ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ആൻഡ് ഇവിടെ നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഇതിൽ അമീർ ഖാൻ. എന്തായിരിക്കും ലാസ്റ്റ് 8 മിനിറ്റ് ഉള്ളൂ പറയണത്. 2, 4, 6 ക്യാമിയോ ആണ്. അത് എക്സ്റ്റൻഡ് ക്യാമിയോ ആയിട്ട് ചിലപ്പോൾ കുറച്ചുകൂടി കാണിക്കുന്നു പറയുന്നത്. 8 മിനിറ്റാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ വരുന്നത് ഒരു 6 ഹസ്കിനെയും പിടിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒറ്റ ലുക്കിൽ കണ്ടപ്പോൾ കുറച്ച് ഓവറല്ലേ എന്നൊരു തോന്നി. അറിയാതെ എനിക്കും തോന്നിപ്പോയി. അമീറാനെ നിർത്തുന്ന പറഞ്ഞാൽ ആ ഒരു ഹസ്കിനെ പിടിച്ചു വരുന്ന സാധനം കുറച്ച് ഓവറല്ലേ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചാല് അല്ലല്ല, അങ്ങനെ ലോകേഷ് എന്തായാലും പ്രസന്റ് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ലിയോയിൽ ഇപ്പൊ മറ്റേ ചന്തുനെ കാണിച്ച ലാസ്റ്റ് സംഭവം ഉണ്ടല്ലോ, പേരെന്തെന്ന്, സുബ്ബുമണി അല്ലല്ലോ. സുബ്ബുമണി ആണെങ്കിൽ ലാസ്റ്റ് വേറൊരു വരവുണ്ട്. അതൊക്കെ അപ്പം അടിപൊളിയായിട്ട് ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നാളെ വരുന്ന പറഞ്ഞിട്ടുള്ള പോസ്റ്ററാണ്. ഇനി ഇന്നലെ മുന്നാന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൽ കുറച്ച് ഡയലോഗും കുറച്ച് സീനും അതിനെ കുറിച്ച് പറയാനുണ്ട്. ഈ അത് ഫോളോ ചെയ്തോണ്ടെങ്കിൽ എത്രമാത്രം കിട്ടിയെന്ന് അറിയില്ല. എൻ്റെ അഭിപ്രായം പറയാം, നോക്കിക്കോട്ടോ. സൗണ്ട് പ്രശ്നമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും, കാരണം കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ പറയുന്ന സ്റ്റൈല്, ഇന്നുമാ എന്നെ തെരിയില്ലേ എന്ന് പറയണത് ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് നമ്മൾ ഡീകോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരനെ ഈ ചോദിക്കണത്, പുള്ളിക്കാരനെ അറിയുന്ന കുറേ ആൾക്കാർ 30 വർഷം മുമ്പ് പുള്ളി ഒതുങ്ങി പോയതാണ്. പുള്ളി രണ്ടാമത് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സത്യരാജിനെ പുള്ളിക്കാരനെ അറിയാം. സത്യരാജിൻ്റെ ഫ്രണ്ടാണ്, ഉപേന്ദ്രൻ്റെ ഫ്രണ്ടാണ്. ഇവരൊക്കെ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഡയലോഗ് ഒരു ഐക്കോണിക് സാധനമായിട്ട് ഇതിൽ മാറും. അങ്ങനത്തെ സമയത്തായിരിക്കും പറയണത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സൗബിൻ കൊടൂരമില്ല എന്ന് പറയുന്നത്, അതായത് സിറ്റിയിലെ ടോക്ക് തന്നെ സൗബിനെ കുറിച്ചായിരിക്കുന്നതാണ് ലോകേഷ് സംസാരിച്ചത്. അമ്മാരി പെർഫോമൻസ് സാധനം ചെയ്തിട്ട് നമ്മൾ പറവയിലൊക്കെ എല്ലാവരും ആസ്ത എൻട്രി കണ്ടു. പിന്നെ അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു ടച്ച്, ഒരു എന്താ പറയുക, അപ്പിയറൻസിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് രജനീകാന്ത് പറയുന്നുണ്ട്. രജനീകാന്ത് പറഞ്ഞ വേറെ വിഷയം കണ്ടോ, പിന്നെ പറയാം. അപ്പൊ രജനീകാന്ത് ഇത് കണ്ടിട്ടും പറയാം. അഭിനയത്തിനെ പറ്റി പറഞ്ഞു, അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞതല്ല, അതിന്റെ പറഞ്ഞ് വിവാദയിക്കണം. ഓനെ തരം തത്തി പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദയിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കാണുന്നത് സത്യരാജ് മറ്റേ സാധനം ഇങ്ങനെ നീക്കണതാണ്. അത് തന്നെ ടൈം ട്രാവലർ ആവാൻ സാധ്യത ഉണ്ടോ എന്ന് പല ആൾക്കാരും പറയുന്ന സാധനം.
എന്താന്ന് കണ്ടറിയില്ല. ടൈം ട്രാവൽ ആയിട്ട് നടക്കും. ഇതിൽ വരുമോ ചെറിയ രീതിയിൽ വരുമോ എങ്ങനെ ഇതേ പറയാറില്ല. പക്ഷെ അതിനെ കുറിച്ച് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പല ഇങ്ങനെ പറഞ്ഞ ലോകി അത് പല ആൾക്കാരും ട്രാവൽ ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗംഭീര സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് അറിയില്ല. ഇന്റർവെല്ലിൽ നിങ്ങൾ സീറ്റിൽ ഇരിക്കൂലെന്ന് പറഞ്ഞു. അയ്യോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പേടിയാവും. സീറ്റിൽ ഇരിക്കൂലെന്ന് പറഞ്ഞേ. എന്താ ഉദ്ദേശിച്ചത് അറിയില്ല. കണ്ടറിയാം. നീ ബാക്കി വയ്ക്കേ. ഇതൊരു ഫൈറ്റ് ഇതാണ് ഇഷ്ടം. ബാഡ് ഫെലോ ശരിക്കും മറ്റേ സംഭവമാണ്. കെട്ട പയ്യൻ സാർ അതിൻ്റെ ഒരു സാധനം കൊണ്ടുവന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇതിൽ തന്നെ മറ്റേ റോബോട്ടിക് ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയില്ല. ഇങ്ങനെ ആ വിക്രത്തിലുണ്ടല്ലോ അത്, അങ്ങനത്തെ ഒരു സാധനം വരാൻ സാധ്യത ഉണ്ട്. അത് ഇനി ആന്ധ്രാപ്രദേശിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ട് ഒരു സാധനം പോസ്റ്റർ ഉണ്ട്, ജസ്റ്റ് അവിടെ വെക്കുന്നുള്ളൂ. ഇതൊരു ഇയാളുടെ ക്യാരക്ടറൊക്കെ സൂപ്പർ ക്യാരക്ടർ ആയിരിക്കും. അത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇമ്മാരി തെറി പറഞ്ഞതാണ് പുള്ളി പറഞ്ഞത്. ഈ നാഗാർജുന ഇമ്മാരി തെറി പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഫാമിലി എന്താ പറഞ്ഞു വെച്ചപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കണം. അവർക്ക് അറിയില്ല, കണ്ടിട്ടുണ്ടോ എന്ന് പറയട്ടെ. തമിഴോ? പിന്നെ മഞ്ചേരി തമിഴല്ലേ? എല്ലാവരും തമിഴായിരിക്കും. പിന്നെന്താ, തെലുങ്ക് അല്ല. ഇനി ഇവിടെ പറയാനുള്ള ഒരു സാധനം ഉണ്ട് മക്കളെ. ഒരു ടിക്കറ്റിന് 4500 രൂപ. ആദ്യ ഷോ കാണാൻ ആരാധകർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവാണ്. 4500 രൂപ ടിക്കറ്റിനായിട്ട്. അതെ. ഇനി ഇവിടെ വേറെ സംഭവം ഉണ്ട്. കൂലി മൂവി വൻ പ്രതീക്ഷയിലെത്തുന്നു. രജനീകാന്ത് സിനിമ കൂലിയുടെ ടിക്കറ്റിന് ചെന്നൈയിൽ വൻ ഡിമാൻഡ്. ചെന്നൈയിലെ അത് ബ്ലാക്ക് മാർക്കറ്റിൽ 4500 രൂപ വരെയാണ് ടിക്കറ്റുകൾക്ക് വില നൽകുന്നത്. തമിഴ്നാട് സർക്കാർ പുലർച്ചെയുള്ള ഷോകൾക്ക് അനുമതി നിശ്ചയിച്ചോടെ ആദ്യ ഷോ കാണാൻ ആരാധകർ ഒരു സംസ്ഥാനത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4500 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറെ ആൾക്കാർ കിട്ടിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സർക്കാർ എതിരാണ്. പക്ഷെ എത്ര ബ്ലാക്കിന് 4500 രൂപയ്ക്ക് റേറ്റ് വെക്കുമ്പോൾ ആരിത് എടുക്കണത്? ഞാൻ ആലോചിക്കണത്. ഇനി ഇവിടെ പറഞ്ഞ വേറെ കാര്യം കൂടി ഉണ്ട്. കുറെ ആൾക്കാർ ചോദിച്ചു 4500 രൂപ ടിക്കറ്റ് ആണെങ്കിൽ, ടിക്കറ്റിന്റെ റേറ്റ് ആണെങ്കിൽ 1 കോടി അല്ല 1000 കോടി സുഖമായിട്ട് അടിക്കാലോ. അതെന്ത് അല്ല സംഭവം ഉദ്ദേശം അങ്ങനെയല്ല. 4500 രൂപ വെച്ചിട്ട് എല്ലാവരും ടിക്കറ്റ് ആണെങ്കിൽ കളക്ഷൻ കൂടുതൽ ഐഡിയ ആണ്. അല്ല ഇതിൽ തന്നെ ഇങ്ങനെ ടിക്കറ്റ് പ്രൈസ് അതെ കൂട്ടിയിട്ട് കളക്ഷൻ അടിക്കാനുള്ള പരിപാടി എന്നുള്ളത് അത് ബ്ലാക്കിലാണ് നിൽക്കുന്നത്. ടിക്കറ്റിന് സർക്കാരിന്റെ റേറ്റ് ഉണ്ടാവും. അത് ഓരോ ടിക്കറ്റ് സർക്കാരാണ് നിശ്ചയിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടെന്നും കൂടി. അത് ഇപ്പൊ ഞാൻ 150 രൂപ ടിക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ സിനിമക്ക് പോകണില്ല, ഞാൻ 500 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞാൽ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾ 500 രൂപയ്ക്ക് വാങ്ങും. പിന്നെ ഐമാക്സിലൊക്കെ റേറ്റ് കൂടുതൽ ഉണ്ടാവും. അതുപോലെ കടന്ന് കാണുന്നത് 500 രൂപ 600 രൂപ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ഫുഡ് അടക്കമുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ ഫുഡ് അടക്കമുള്ളൊക്കെ റേറ്റ് വരുന്നത്. അപ്പൊ അത് നോക്കരുത്. ഇനി ഇതിൽ പറഞ്ഞില്ല രോഹിണി തിയേറ്റർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കുറെ ആൾക്കാർക്ക് കമന്റുണ്ട്. അത് ഇവരൊക്കെ വിചാരം രോഹിണി തിയേറ്ററിൽ ഇതാണ് റേറ്റ് എന്നാണ്. ശരിക്കും 4500 നേരത്തെ പറഞ്ഞ പോലെ ആള് 200 300 അല്ലെങ്കിൽ 150 ഒക്കെ എടുക്കുന്ന ടിക്കറ്റ് മറിച്ച് വെക്കുന്നതാണ്. അത്രയും ആരാധന തലയിലാണ്. ഫസ്റ്റ് ഷോ തന്നെ പോണ 4500 ടിക്കറ്റ് അതെ. ബ്ലാക്കിന് മറിച്ച ആൾക്ക് മെച്ചുണ്ടാവും. അതെ തീർച്ചയായിട്ടും. ഇനി ഇവിടെ ഇതും നമുക്ക് പറയാനുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സത്യരാജ് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞപ്പോൾ ആൾക്കാർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഇവിടെ സത്യരാജിനോട് ഓഡിയോ ലോഞ്ചിൽ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പടം ഏറ്റെടുത്തത്? അപ്പോൾ സത്യരാജ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. மூன்று முகம், பாயும் புலி, நான் சிவப்பு மனிதன், நான் மகானல்ல, ராகவேந்திர, தம்பிக்கெந்தூர், மிஸ்டர் பாரத் 7 படத்திலேயே ரஜினி சாருக்கு வில்லனாவே தான் நடிச்சார். ஒரு படத்திலேயாவது அவருக்கு ஃப்ரெண்டா நடிக்கணும்னு ஒரு ஆசை இருக்கும்ல. இந்த படத்துல அவருக்கு ஃப்ரெண்டா நடிச்சிருக்கார். അല്ല ക്യാരക്ടർ റിവീൽ ചെയ്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടായി നടിച്ചെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വലിയൊരു ഡൗട്ടായി കിടന്ന സാധനമായിരുന്നു. ശ്രുതി ഹാസൻ ഉപേന്ദ്രന്റെ മോളാണ്. എന്നിട്ട് ഉപേന്ദ്രൻ മരിച്ചു. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി പുള്ളി വരികയാണെന്നുള്ളത് ആ രീതിയിൽ. അല്ല ഉപേന്ദ്ര റോള് മറ്റേ ഉപേന്ദ്ര വേറെയാണ്, നമ്മളെ കന്നഡ ഉപേന്ദ്ര ഉപ്പി. അപ്പൊ മൂപ്പര് മരിച്ചു ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് സാധനം പറഞ്ഞിട്ടുണ്ടെന്നു. ഇപ്പോ ശ്രുതി ഹാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് ഉങ്ങൾക്ക് അപ്പാവ എനക്ക് അപ്പാവ ഉങ്ക നടിച്ചെടുക്കുന്നത്. അതായത് സത്യരാജൻ അച്ഛൻ രീതിയിലൊരു സംസാരം വന്നു. അതിന് മാറിപ്പറഞ്ഞാണോ ടങ് സ്ലിപ്പാണോ ഒന്നും അറിയില്ല. ബട്ട് അങ്ങനെയും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രജനീകാന്ത് വരാനുള്ള കാരണം ഒന്ന് ഉപ്പിനെ അവർക്ക് കൊന്നു, 2 സത്യരാജ് ഇവരൊക്കെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതാണ്. സത്യരാജ് ക്ഷണിച്ചു എന്നല്ല, അവരെന്തോ ശ്രമിക്കുന്നതിനിടയിൽ പിടിച്ചുകൊണ്ടുപോയി. കാരണം ഇതിൽ നാഗാർജുന പറഞ്ഞ അവനെ എപ്പോൾ കൊല്ലണം ഞാനാണ് മുടി കൊണ്ടുവന്നത്. അപ്പൊ അത് സത്യരാജിനെ ആയിരിക്കാം. അത് അന്വേഷിക്കാൻ വേണ്ടി പുള്ളി വന്നിട്ടുണ്ടാവുക. എന്നിട്ടാണ് ഈ പൊളി
എന്തായാലും എനിക്ക് വൻ പ്രതീക്ഷയാണ് സിനിമയിൽ. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് സിനിമക്ക് പോകുന്നത്. കാരണം ലോകേഷ് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ എന്താകും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് എന്തായാലും പടത്തിനെ കുറിച്ച് തോന്നുന്നത് പ്രതീക്ഷ ഉള്ളൂ, 50% ഉള്ളൂ. അത് ഈ പറയുന്ന 3 കാരണങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ വരുന്നത്. രജനീകാന്ത് എനിക്കൊരു ഫാക്ടർ അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളൊന്നല്ല, പക്ഷെ ഒരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നില്ല. സിനിമയിൽ മെയിനായിട്ട് മൂപ്പർ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആയുള്ള ആ 3 കാര്യം, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ സൗബിനും പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, ആ സാധനം BGM, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് കിടിലനായിരിക്കും. എസ്പെഷ്യലി ആ മോണിക്ക പാട്ടും ഡാൻസൊക്കെ ശരിക്കും സെറ്റ് ആയിട്ട് അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണണം. ആ ഒരു BGM തിയേറ്ററിൽ തന്നെ കാണണം, സിനിമയും തിയേറ്ററിൽ തന്നെ കാണണം. അത് മാസം അവർ തന്നെ കാണണം. അല്ല, ഈ സിനിമക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതും പറഞ്ഞു, ഇത് OTT കണ്ടിട്ട് കുറെ ആൾക്കാർ ഊള കമന്റ് കിട്ടുന്ന ആളുകളുണ്ട്. അതെ, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ജയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ OTT കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു കഥ പറയുമ്പോൾ തെറ്റാണ് സിനിമ. അത്ര ഫീലേ ഉള്ളൂ. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റത് മ്യൂസിക്കും പോയി ബൂസ്റ്റ് ചെയ്ത് എന്താ ഫീല്. കൊതുക് ഭയങ്കര ഇതിനോട് കൂടി അറിയാതെ കയറിപ്പോയതാണ്. കൊല്ലില്ല, രക്ഷപ്പെട്ടെ, എല്ലാവരും രക്ഷപ്പെട്ടെ. അപ്പൊ നാളെ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ വൻ പ്രതീക്ഷയിലാണ്. പുള്ളി ഒരു 50-50 നിൽക്കുന്നത്. അതിന് ഇവിടെ പറയേണ്ട ഒരു പ്രശ്നം, ഈ നായുധ ഏതൊക്കെ നമ്മൾ പറഞ്ഞോ ആ പടമൊക്കെ പൊട്ടിയിട്ടേ ഉള്ളൂ. അതെല്ലാം സംഭവിച്ച ഒരൊറ്റ പടമുള്ളൂ. കളക്ഷൻ പോലും കിട്ടിയ ഒരൊറ്റ പടമുള്ളൂ. കങ്കുവക്ക് പറഞ്ഞു ബുക്ക് ചെയ്യല്ലേ, ഞാനല്ല, അത് ഒറ്റ ദിവസം ഓടുള്ളൂ. ഞാൻ ആ പടം സഹിക്കാൻ പറ്റില്ല. ഗോട്ട് പറഞ്ഞു, ഗോട്ടിനെ പോയപ്പോ പൊട്ടുന്നല്ല പറഞ്ഞത്. അത് മെച്ചോടാളെ പോകും പറഞ്ഞു. പിന്നെ തെറ്റേതാണ്? തെറ്റിയതല്ല, അത് കളക്ഷൻ ഉണ്ടാവില്ല, തീരെ വളരെ മോശമായിട്ട് പറഞ്ഞത് എമ്പുരാനായിരുന്നു. സിനിമ മോശം. എമ്പുരാൻ ഒരു ആവറേജിൽ പിടിച്ച് എനിക്ക് കാണാൻ പറ്റി. അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞ പോയതിനു ശേഷം മറ്റൊക്കെ കൈ നോക്കി. ഇത് എനിക്കൊരു ആവറേജിൽ കാണാൻ പറ്റി. എനിക്ക് ഇഷ്ടമായി. ഓക്കെ, കളക്ഷൻ കിട്ടി, കുഴപ്പമില്ല. BJP-ക്കാരെ കുറച്ച് സ്ട്രാറ്റജി എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ പോയി. ഇത് 50-50 എങ്കിലും ഉണ്ട്. അപ്പൊ എനിക്കൊണ്ട് ഇത് എന്റെ പ്രതീക്ഷ തെറ്റുന്നാണ് എന്റെ അഭിപ്രായം. തെറ്റട്ടെ, നമ്മള് പൈസ നാളെ റിവ്യൂ രാവിലെ 5 മണിക്ക് നീച്ചാണ്ട് നാളെ രാവിലത്തെ റിവ്യൂല് പടം കഴിഞ്ഞ ഉടനെ നമ്മള് റിവ്യൂ ഇടും. ഈ കാറിൽ തന്നെ ആൾക്കാരും പോവാ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കാറിൽ തന്നെ ഞങ്ങൾ റിവ്യൂ ഇടും. ഇവരും ഉണ്ടാവും. ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർക്കും, ഇല്ലെങ്കിൽ ഞാൻ തീരും. സത്യമായിട്ട് പറയാം, എനിക്ക് സിനിമ വിജയിക്കാൻ തന്നെ ആഗ്രഹം. കാരണം നമ്മള് രാവിലെ 5 മണിക്ക് നീച്ച് പോയി ചടപ്പായി കഴിഞ്ഞാൽ ആകെ ചടക്കും. ഇത് ഞാൻ നിർബന്ധിച്ച് ടിക്കറ്റ് എടുപ്പിച്ചാണ്. എടുക്കാം, കുഴപ്പമില്ല. ഞാൻ നിലമ്പൂരാ വിചാരിച്ചിട്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ മഞ്ചേരിന്ന് അറിഞ്ഞു. അങ്ങനെ ഏതോ സിനിമക്ക് 4 മണിക്ക് വണ്ടൂര് പോയല്ലോ. റെട്രോ. ഇനി ഞാൻ ഇല്ലായിരുന്നു. ആദ്യം നിലമ്പൂരാ വിചാരിച്ചു, പിന്നെ 4 മണിക്ക് വണ്ടൂര് പോയി കാണേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല, ഇവിടെ സ്ഥലം പറഞ്ഞില്ല. എന്തായാലും ബുക്ക് ചെയ്തിട്ട് പൈസ പോയിരുന്നു. അപ്പൊ സെറ്റായി. സോ സീ യു ടുമോറോ.